ആജിന്റെ അടുത്ത പ്ലാന് അവക്ക് കരിയറിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഗാങ്ങിനെ വളച്ച് സെറ്റാക്കി അവനെ ബോയ് ഫ്രണ്ട് ആക്കലാണല്ലോ. അതിനു വേണ്ടിയിട്ട് യൂൻജുൻ ആയിക്കോട്ടെ ജയ ആയിക്കോട്ടെ രണ്ടുപേരും നന്നായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. ഗാങ്ങിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പം അവന്റെ അച്ഛൻ അവൻ 8 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയതാണ് ഒരു കാർ ആക്സിഡന്റില്. അതിന്റെ വിഷമത്തില് അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പം കറക്റ്റ് ആനിവേഴ്സറിന്റെ സമയത്ത് അമ്മയും സൂയിസൈഡ് ചെയ്തു. അങ്ങനെ 8-9 വയസ്സുള്ളപ്പോൾ മുതൽ അവന്റെ മുത്തശ്ശിയാണ് ഗാങ്ങിനെയും ഗാങ്ങിന്റെ അനിയനെയും നോക്കുന്നത്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും മുത്തശ്ശീന്റെ അടുത്ത് വരും. അതേപോലെ എത്ര വയ്യെങ്കിലും മുത്തശ്ശി വിളിച്ചാല് കോൾ എടുക്കും. ജയ മുത്തശ്ശീന്റെ ബാഗീന്ന് നൈസായിട്ട് മുത്തശ്ശീന്റെ ഡയറി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് ആജിൻ നന്നായിട്ട് തന്നെ വായിക്കുന്നുണ്ട്. ഒരു ബുദ്ധ അമ്പലത്തില് ഫുൾ മൂണിന്റെ അന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ട് റിച്വൽ ചെയ്യാൻ മുത്തശ്ശി പോവാറുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ആജിൻ ആദ്യ പടിയായിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് റിച്വലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മുത്തശ്ശി കാണുന്നുണ്ട്, ഗാങ്ങിന്റെ മുത്തശ്ശി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയം മുത്തശ്ശിയും മുത്തശ്ശീന്റെ ഫ്രണ്ട്സും ഓപ്പോസിറ്റ് ഇരുന്നുണ്ട്. അവർക്ക് മര്യാദ കൊടുത്തൊന്ന് ചിരിച്ചിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. ആ അമ്പലത്തില് ഓർമ്മയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാര് പൊതുവെ ആരുടെയെങ്കിലും ഒക്കെ കൂടെയായിരിക്കും വരിക, ഏതെങ്കിലും ഫാമിലി മെമ്പറിന്റെ കൂടെ. പക്ഷെ ഇങ്ങനെ ഹീറോയിൻ ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ട് ആ കൊച്ചിന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലേ. എന്തോ വലിയ ആക്ട്രസ് ഒക്കെയാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ട്. ഗാങ്ങിന്റെ മുത്തശ്ശി അവളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് പാവമായിട്ടാണ് നോക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ അപ്പാർട്ട്മെന്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുത്തശ്ശി താമസിക്കുന്ന അതേ സ്ഥലത്ത്. മാനേജർ ഇന്നലെ തന്നെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അത് ഹൗസ് വാമിംഗ് പോലെ ഞാൻ കൊണ്ടു തന്നേക്കാന്ന് ആജിൻ പറയുന്നുണ്ട്. പറയാ മാത്രമല്ല അടുത്ത ദിവസം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതൊരുപാട് റൈസ് ബോൾസ് അങ്ങണ്ടാന്ന് തോന്നുന്നു. എന്തായാലും കുറെ പെട്ടിയുണ്ട്. ഓർഡർ ചെയ്തപ്പോൾ അളവ് മാറിപ്പോയതാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മളെന്തായാലും ഇവിടെ പുതിയതായിട്ട് വന്നല്ലേ, അപ്പൊ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാന്നും പറഞ്ഞ് മുത്തശ്ശീന്റെ അടുത്തും ഇത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആജിന് നല്ല തന്മയത്തുള്ള സംസാരമാണല്ലോ, അതുകൊണ്ട് തന്നെ അകത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നു. ഇന്നാണ് ഗാങ്ങിന്റെ അച്ഛനമ്മയും മരിച്ചുപോയതിന്റെ ആനിവേഴ്സറി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കൊടുത്ത് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് അടുത്ത പെർഫോമൻസ് മുത്തശ്ശീന്റെ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മെമ്മറിയൊക്കെ വരുമ്പോൾ വിഷമം തോന്നുമല്ലോ. അതേ കണക്ക് ഇവളങ്ങ് ഇരുന്ന് കരയാൻ തുടങ്ങുവാണ്. സാധിക്കാൻ നോക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശീന്റെ മോക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് അവളുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടത് എന്ന്. അവക്ക് തൻ്റെ പാരൻസിനെ ഭയങ്കര ഇഷ്ടമാണെന്നും അതിന്റെ വിഷമത്തിലാണ് കരയുന്നതെന്നുള്ള ഒരു ബിംബം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ ആ പെർഫോമൻസ് കറക്റ്റായിട്ട് നടത്താനുള്ള സമയം കിട്ടുന്നില്ല. കാരണം കരഞ്ഞു തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗാങ് വരുന്നുണ്ട്. അവനാണെങ്കിൽ ഇവളെ കണ്ടത് നല്ല ദേഷ്യം വരുന്നു. ആരെയും തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുതെന്ന് വിചാരിക്കുന്നേ കൊണ്ടാണോ അതോ ഹീറോയിൻ വാണ്ടഡ് ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് പുറത്തും കൊണ്ടുവിടുന്നുണ്ട്. താൻ പറഞ്ഞിട്ടാണ് ആ കൊച്ചിങ്ങോട്ടേക്ക് കയറിയത് എന്ന് മുത്തശ്ശി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും കേൾക്കാതെ അവളെ പുറത്ത് കൊണ്ടുപോയിട്ട് അവളെ വേണമെന്ന് വെച്ച് പ്ലാൻ ചെയ്താണ് മുത്തശ്ശീൻ്റെ അടുത്ത് അടുക്കാൻ നോക്കുന്നത്. അവളെ ലൈൻ ക്രോസ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയാ നടന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ പോലും കൂട്ടാകാതെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. പിന്നെ അവള് മാനേജർ ഇങ്ങോട്ടേക്ക് മാറി വന്നത്, റൈസ് ബോള് ബാക്കിയായത് നെയ്ബേഴ്സിനെ കൊടുക്കാൻ വന്നത്. അപ്പോഴാണ് മുത്തശ്ശി ഇങ്ങനെ വിളിച്ചകത്ത് ഇരുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ അവൻ തയ്യാറാവുന്നേ ഇല്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടായിട്ട് പോകുമ്പം നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ആയിട്ടില്ല അല്ലേ, അന്ന് എന്നെ ഉപദേശിച്ചു, അതിപ്പോഴും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതും കൊണ്ടാണ് ബാക്കിയുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാവോ. നിങ്ങൾ അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത്രയും അൺസ്റ്റേബിൾ ആയിട്ട് ഇത്രയും ഓക്കെ അല്ലാതെയുള്ള ലോൺലി ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് എല്ലാവരും നിങ്ങളെക്കുറിച്ച് വറീഡാണെന്ന് പുറമേ നടിക്കുക മാത്രമാണ് ചെയ്യുന്നത്, എന്നിട്ട് പിന്നില് സംസാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ജെനുവിൻലി നിങ്ങളെക്കുറിച്ച് വറി ചെയ്യുന്നുണ്ട് എന്നവള് കരയുന്ന രീതിക്ക് പറയുന്നുണ്ട്. എന്നാലും ഗാങ് ഇറങ്ങി വരാണ്ട് അതിനെ നിന്റെ അടുത്ത് വറി ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ, മര്യാദയ്ക്ക് ഇറന്ന് പോവാൻ നോക്കുമെന്ന് പറഞ്ഞ് അവൻ പിന്നെയും ദേഷ്യപ്പെട്ട് പോവാൻ നിൽക്കുമ്പം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വറി ചെയ്യുന്നത്. ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി എന്ന് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ യൂഞ്ചന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ടെൻഷനായിട്ട് നിൽക്കുന്ന കണ്ടിട്ട്, നീ ശരിക്കും ഗാങ്ങിനെ വെച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എന്താ നിന്റെ പ്ലാൻ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ അവനെ ഡേറ്റ് ചെയ്യാൻ പോവാണ്. നിനക്ക് തന്നെ അറിയാലോ ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന്. ഈ 2 വർഷമായിട്ട് പോലും എവിടെ എത്തിയിട്ടില്ല. എൻ്റെ ഇൻസെക്യൂർ ഫീൽ മാറാൻ ഇപ്പം എനിക്ക് ആവശ്യം ഗാങ് ആണ് എന്ന് പറയുന്ന ആജിനെ കാണിച്ച് ഇവിടെ ഇപ്പുറത്തെ ഗാങ് അവൻ്റെ പാരൻസിന് ഓർമ്മ ദിവസമാണല്ലോ, അതുകൊണ്ട് റെസ്പെക്റ്റ് കൊടുക്കാണ്. കൂടെ തന്നെ അനിയനും ഉണ്ട്.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗാങ് മുത്തശ്ശീൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തശ്ശി വെറുതെ ഇങ്ങനെ ആൾക്കാരെ കയറ്റരുതെന്ന്, അവരൊക്കെ നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കും. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് ദാ നോക്ക്, അവൾ എൻ്റെ ഗസ്റ്റാണ്, ആരെങ്കിലും എന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ അവളുടെ അടുത്ത് ചെയ്തത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും തെറ്റാണ്. ഇവിടെ ആജിൻ യൂഞ്ചിൻ്റെ അടുത്ത് മുത്തശ്ശീനെ വേണോന്ന് വെച്ച് അപ്രോച്ച് ചെയ്തല്ലേ എന്നും ചോദിച്ച് ഗാങ് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ വന്നതാണ്. പക്ഷെ അവനിൽ ഉണ്ടായ എക്സ്പ്രഷന്റെ മാറ്റം, അത് സാഡായിരുന്നോ അതോ ഷോക്കായിട്ടാണോ എന്ന് പറയുന്നുണ്ട്. തനിക്കത് പോസിറ്റീവായിട്ടേ വരുള്ളൂ എന്ന് അവൾക്കറിയാം. എല്ലാം കഴിഞ്ഞ് വെച്ചിരുന്ന ഫുഡ് മുത്തശ്ശി ഗാങ്ങിന് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും തനിക്ക് വയസ്സായി, ജീവിതം തീരാറായി, അവനാണല്ലോ ഇനി ഒരുപാട് ജീവിക്കാനുള്ളത്, അതുകൊണ്ട് അവന്റെ കാര്യം കൂടെ താൻ കൺസിഡർ ചെയ്യണമായിരുന്നു എന്ന് സോറി ചോദിച്ച് കുറച്ചൊക്കെ ആൾക്കാരുടെ കൂടെ നന്നായിട്ട് പെരുമാറണമെന്നും പറഞ്ഞ് അവന്റെ മനസ്സെന്താണോ പറയുന്നത് അത് കേൾക്കാൻ പറയുവാണ്. ഈ ഒറ്റ വാക്ക് കാരണം മുത്തശ്ശി അറിയാതെ തന്നെ അവന് കുഴി തോണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. പാവം. അത് കഴിഞ്ഞ് കാറി വന്നതും അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇത് ഹീറോയിൻ വീഡിയോയില് കാണുന്നുണ്ട്. അത് കണ്ടതും ഏകദേശം സക്സസ് ആയെന്നുള്ള കാര്യം അവക്ക് മനസ്സിലാവുന്നു. പോവാൻ നിൽക്കുന്ന ആജിനെ യൂഞ്ചൻ വിളിക്കുമ്പം പേടിക്കണ്ട, അവനെ ഞാൻ ജസ്റ്റ് 1 വർഷത്തേക്കേ ഡേറ്റ് ചെയ്യത്തുള്ളൂ, എനിക്ക് വേണ്ടത് കിട്ടാൻ അത് തന്നെ ധാരാളമാണ്. അടുത്ത ദിവസം ഗാങ്ങിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരു കഫേയിലേക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ മീറ്റിംഗ് വെക്കാറില്ല, അത് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് പോകുന്നതും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ഹീറോയിനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അസിസ്റ്റന്റ് ചെയ്തത് എന്ന്. ഗാങ് മുന്നേ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായതായിട്ട് പറഞ്ഞായിരുന്നല്ലോ, അതിൽ നിന്ന് പോയ ആ ചെറുക്കനില്ലേ അവനുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗാങ്ങിന് മനസ്സിലാവുന്നതും. ആ പയ്യന് നട്ട്സ് അലർജിയാണെന്ന് അറിഞ്ഞിട്ടും മാക്രോൺസ് ഗാങ് അറിഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അതിന്റെ പേരിലാണ് അവന്റെ ജീവിതം നഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ച് ഇപ്പോഴും ആ ഒരു ഗിൽറ്റിലാണല്ലോ ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാല് അതിലെ നട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം ഗാങ്ങിന് അറിയാന്നുള്ളതും അറിഞ്ഞുകൊണ്ടാണ് ആ ചെറുക്കൻ തിന്നത്. കാരണം ഈ ഐഡൽ ആയിട്ടിരിക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടാവും. പ്രത്യേകിച്ച് സൗത്ത് കൊറിയയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആ പ്രഷർ താങ്ങാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അത് മുതലെടുത്ത് അവൻ പുറത്തു പോവാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങള് ഗ്രൂപ്പ് മെമ്പർ എന്നെ പറയുന്നുണ്ട്. ഇനി മുതൽ ആവശ്യം വരുമോ എന്നറിയത്തില്ല, എന്തായാലും GM എന്ന് വിളിക്കാം, ഗ്രൂപ്പ് മെമ്പർ എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട്. GM ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഗാങ്ങിന് മനസ്സിലാവുന്നത് താൻ ഇത്രയും കാലം ഗിൽറ്റി ആയിട്ട് ഒരു സമാധാനം ഇല്ലാതെ മറ്റുള്ളവരെ ഒന്ന് നോക്കി സംസാരിക്കാൻ പോലും പറ്റാതെ നടന്നതൊക്കെ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇത്രയും കാലം അത്രത്തോളം പ്രഷറിലിരുന്നതല്ലേ, 2 ചെറുക്കനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ആജിൻ വന്നായിരുന്നു. അവളാണ് പറഞ്ഞത് നീ ഇത്ര ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞത്. അവൾക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണ്, നല്ല കൊച്ചാണ്. ആജിനെന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് പഠിക്കണം? ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും. ഗാങ് നേരെ സിയോ ലേഡീനെ കാണാൻ വന്നിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ആജിന്റെ കൂടെ അവാർഡ് ഷോയ്ക്കും പോയി, ഇപ്പോൾ ഡ്രാമയിലും അഭിനയിച്ചു. ഇതിൽ കൂടുതൽ എനിക്ക് അവളെ പറ്റത്തില്ല. ഇനി ആജിനുമായിട്ട് എനിക്കൊരു പ്രൊജക്റ്റ് വേണ്ടെന്ന് പറയുമ്പം സിയോ ലേഡിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഒരിക്കൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ മാറ്റിത്തരാനോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കുറ്റമോ ഗാങ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ? അവള് തന്നെ അപ്സെറ്റ് ചെയ്തോന്ന് ചോദിക്കുന്നതിന് അവള് വല്ലാണ്ട് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല ലെനയായിട്ട് ഞാനിപ്പോ ബ്രേക്കപ്പ് ആയി, ആ കാര്യം അനൗൺസ് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൻ തീരെ ഓക്കെ അല്ല എന്നുള്ള കാര്യം സിയോ ലേഡിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഗാങ്ങും ലെനയും ബ്രേക്കപ്പ് ആയി എന്നുള്ള ന്യൂസ് ആണ് പോകുന്നത്. ഇത് ആജിനും കാണുന്നുണ്ട്. മൊത്തത്തിൽ ഈ ന്യൂസ് പരക്കുന്നതും അവിടെ ലെനയ്ക്കാണെങ്കിൽ ഒരുമാതിരി പ്രാന്ത് പിടിച്ച് തുള്ളുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ഒരു റിപ്പോർട്ടറെ കാണാൻ വന്നായിരുന്നല്ലോ, പുള്ളീനെ വിളിച്ചിട്ടാണ് ചൂടാവുന്നത്. എല്ലാ മാസവും നിനക്ക് കിട്ടുന്ന സാലറീനെക്കാട്ടും ഞാൻ നിനക്ക് തന്നത് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഈ പരിപാടി കാണിച്ചല്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവുമ്പം പെണ്ണും പിള്ള സമ്മതിക്കൂലാന്ന് ഫോണൊക്കെ എടുത്ത് എറിയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഫോണല്ലേ, പറ്റുന്നില്ല. ഡിറ്റക്റ്റീവ് റിപ്പോർട്ടറെ വിളിച്ച് ഹീറോയിന്റെ അച്ഛന്റെ മർഡർ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാൻ വേണ്ടി വരുവാണെന്നും പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് ജെ അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. എണീറ്റ് നോക്കുന്ന ഡിറ്റക്റ്റീവ് യൂഞ്ചനെയും ജയനെയാണല്ലോ കാണുന്നത്. യൂഞ്ചനെ കണ്ടത് മനസ്സിലാവുന്നുണ്ട്. ആജന്റെ ജീവിതമേ നശിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഡിറ്റക്റ്റീവ് നിൽക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ പുള്ളീനെ അങ്ങനെ കാലും കൊണ്ട് എന്നെ ചവിട്ടി പിടിക്കുന്നുണ്ട്. എന്നാലും നാക്കടക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാർക്കോട്ടിക്സിൽ ഉണ്ടായിരുന്ന സമയത്ത് കൈക്കൂലി മേടിച്ച് എന്തോ ഒരു കാര്യം പുള്ളി മറച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പം അതിലൊന്നും എനിക്ക് പേടിയില്ലടാ, നീ എന്ത് വേണേലും ചെയ്തോ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ആ സംഭവമൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിക്ക്. പക്ഷേ ഡിറ്റക്റ്റീവിനെ പൂട്ടാൻ വാലിഡ് ആയിട്ടുള്ള വേറൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. US ഡിറ്റക്റ്റീവിന്റെ മോള് ഡ്രഗ്സ് എടുത്തിട്ടുണ്ട്. അതും മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവരിത് പുറത്തു വിട്ടാല് പണിയാവുമല്ലോ.
അതുകൊണ്ട് റിപ്പോർട്ടർക്ക് താനാ പറഞ്ഞ ന്യൂസ് ഫോൾസ് ആണെന്നും അങ്ങനെ ഒരു ഫയലേ ഇല്ലെന്നും മെസ്സേജ് അയക്കുന്നുണ്ട്. റിപ്പോർട്ടർ ഡിസപ്പോയിന്റഡ് ആയിട്ട് ലെനേന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പം അവക്കാണെങ്കിൽ നല്ല ദേഷ്യം. പുള്ളി പൈസ മേടിച്ചിട്ട് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് നന്നായിട്ട് ചൂടാവുന്നുമുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. പുള്ളിയാണ് കുറച്ചൊക്കെ ആർട്ടിക്കിൾസ് എഴുതിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കമന്റ് ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് ആ പൈസയ്ക്ക് അങ്ങ് ഈക്വൽ ആയെന്നാണ് വിചാരം എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. റിപ്പോർട്ടറെയും ലെനേനെയും കുറിച്ചുള്ള കാര്യങ്ങള് ജെ യൂൻജുന്റെ അടുത്ത് വന്ന് പറയുമ്പം ലെനേനെയും കൊണ്ട് ഭയങ്കര ശല്യാണെന്നുള്ള രീതിക്ക് ജെ പറയുമ്പം ഞാൻ ലെനേനെ പോയി കണ്ടോളാന്ന് യൂൻജുൻ. നിനക്ക് അവളെ അറിയുമെന്ന് ചോദിക്കുന്നതിന് ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കുന്നു, ആജിന് അവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് യൂൻജുൻ. ഓ, ഈ പെണ്ണിനൊക്കെ എന്ത് കേടാണോ. അല്ല അതൊക്കെ പോട്ടെ, ആജൻ ആ ആക്ടർ ഗ്യാങ്ങിനെ ഡേറ്റ് ചെയ്യാൻ പോണെന്ന് കേട്ടായിരുന്നല്ലോ, അത് ശരിയാണോ? അതെ, അത് അവളുടെ നെക്സ്റ്റ് മൂവ് ആണെന്ന് യൂൻജുൻ. അല്ലട മോനെ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ രണ്ട് ഡേറ്റ് ചെയ്യണമെന്നാണ്. യൂൻജിന്റെ അടുത്തുനിന്ന് നോ റിപ്ലൈ. എടാ നീ എന്ത് മണ്ടനാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിലും പൂർത്തിയാക്കാൻ ജനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ ഗാങ്ങിന്റെ മുത്തശ്ശി ആജനെ കാണാൻ വേണ്ടി വിളിച്ചെടുത്തുന്നുണ്ട്. മുത്തശ്ശി സോറി ചോദിക്കുന്നുണ്ട്. അതേപോലെ ഗാങ്ങിന്റെ പാരന്റ്സ് ചെറുപ്പത്തിലെ മരിച്ചതാണെന്നും അതും പറഞ്ഞ് അവന്റെ കാര്യത്തിലും സോറി ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല മുത്തശ്ശി, എനിക്ക് മനസ്സിലാവും എന്റെ പാരന്റ്സും ചെറുപ്പത്തിലെ മരിച്ചതാണെന്ന് ആജിൻ പറയുന്നതും മുത്തശ്ശിക്ക് ഭയങ്കര വിഷമം. പക്ഷെ മുത്തശ്ശി മെയിൻ ആയിട്ട് വന്നത് എന്തിനായിരുന്നു അവളന്ന് ഫുഡ് കൊടുത്തപ്പോ ഇരുന്ന് കരഞ്ഞേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പം അവളുടെ അമ്മയ്ക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഫുഡിന്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അമ്മേനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് സിമ്പതി ഉണ്ടാക്കുന്ന വിധം പറയുന്നുണ്ട്. പക്ഷെ അവള് മുത്തശ്ശീന്റെ ഡയറി അയച്ചായിരുന്നല്ലോ, അതിലെ മുത്തശ്ശീന്റെ മോക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞതും. ആജിനും ഗാങ്ങുമായിട്ട് ഒരു സീരീസ് അഭിനയിച്ചായിരുന്നല്ലോ, അതിന്റെ എപ്പിസോഡ്സ് വരുന്നുണ്ട്. അത് കുറച്ച് റൊമാൻറ്റിക് പ്ലസ് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്. ഇവരെ ഹഗ് ചെയ്യുന്നൊക്കെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുന്ന യൂൻജുൻ അവിടെ അപ്പുറത്ത് ഗാങ്ങും ഇതേ വീഡിയോ തന്നെയാണ് കാണുന്നത്. അവന്റെ മൈൻഡിൽ മൊത്തം അന്ന് ഹീറോയിൻ പറഞ്ഞ വാക്കുകളാണ് മുഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളടക്കം. അത് കഴിഞ്ഞ് ആജനൊരു മെസ്സേജ് വരുന്നുണ്ട്. നോക്കുമ്പം ഗാങ് ആണ് അയച്ചിട്ടുള്ളത്. അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതിന് സോറിയും പറഞ്ഞ് നമുക്ക് ഡിന്നറിന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചൊരു മെസ്സേജാണ്. പ്ലാൻ കറക്റ്റായിട്ട് നടക്കുന്ന വേണ്ടിയിട്ട് ആജിന് ഭയങ്കര സന്തോഷം. ആജിൻ ജയനെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു സെലിബ്രിറ്റീൻ്റെ വീടും പ്ലസ് ആജിൻ്റെ വീടും കൂടിയാണല്ലോ. അത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. അവൾ അവന് ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ളത്. ഇന്ന് ജയന്റെ അനിയന്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. നീ പോകുന്നില്ലേന്ന് ആദ്യം ചോദിക്കുന്നതിന് എനിക്കും പോകണമെന്നൊക്കെയുണ്ട്, പക്ഷെ അവൻ അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാണ് ജയ പറയുന്നത്. നിന്റെ അനിയൻ ശരിക്കും ഒരു മണ്ടനാണ്. നീ ഒരു കൊലപാതകി ആയതുകൊണ്ടല്ലേ നിന്നെ കാണാൻ ഇഷ്ടമല്ലാത്തത്. അവന് വേണ്ടിയിട്ടാണ് നീ അത് ചെയ്തത്. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് കൂടുതൽ ക്ലോസ് ആവുമായിരുന്നു ചെയ്യുക. തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിയുന്ന ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താ വേണ്ടത്. അവൻ ശരിക്കും ഒരു മണ്ടനാണെന്നാണ് പറയുന്നത്. അത് കേട്ട് അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ ചിരിച്ചോണ്ട് നീ ശരിക്കും ഭയങ്കര സംഭവമാണ് എന്ന് ജയ പറയുന്നു. സംഭവം അവള് പറഞ്ഞത് സത്യമാണ്, പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളതാണ് കാര്യം. യഥാർത്ഥത്തിൽ എന്തിനാണ് ജയനെ അവൾ അങ്ങോട്ടേക്ക് വിളിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് പറയുന്നത്. എന്താന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അടുത്ത സീനില് ഗാങ് ഹീറോയിൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവളെ കാണാൻ വേണ്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് ജയ അവന്റെ ബൈക്കിൽ സ്പീഡിൽ വന്ന് ഗാങ്ങിന്റെ അടുത്ത് നിർത്തുന്നുണ്ട്. സിഗ്നൽ ആവുമ്പം ജയ തന്റെ വണ്ടി കൊണ്ടുപോയിട്ട് അവന്റെ വണ്ടിക്ക് അട വെക്കുവാണ്. അങ്ങനെ ചെറുതായിട്ടൊരു ആക്സിഡന്റ് ഇവിടെ ഉണ്ടാവുമ്പം അവിടെ അപ്പുറത്തെ ഹീറോയിൻ ഓൾറെഡി റെസ്റ്റോറൻറ്റിൽ വന്ന് ഗാങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ജയ്ക്ക് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. നേരെ വന്ന് ചൂടാവുന്നുണ്ട്. എന്ത് പണിയാണോ കാണിച്ചതെന്ന് ചോദിച്ച്. സോറി, അർജന്റായിട്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കമ്പനിയിലേക്ക് വിളിച്ചാൽ മതി, അത് സെറ്റിൽ ചെയ്തോളും എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം വിടുന്നില്ല. ഗാങ്ങിന്റെ കാറ് പോയി നോക്കിയിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെന്നൊക്കെ നോക്കി ഇൻഷുറൻസിന് വിളിക്കാൻ നോക്കുമ്പം ഫോണ് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ അവന്റെ ഫോണ് ചോദിക്കുമ്പം തനിക്ക് തിരക്കുണ്ട് പോണെന്ന് ഗാങ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആജിൻ പറഞ്ഞത് എത്രത്തോളം ഗാങ്ങിനെ ഡിലേ ചെയ്യിക്കാൻ പറ്റുമോ മാക്സിമം പിടിച്ചു നിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗാങ് ഫോൺ എടുത്ത് ആജിനെ വിളിച്ചത് പറയാനാണെന്ന് തോന്നുന്നു. എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങനെ ഇപ്പൊ ആരെയും വിളിക്കേണ്ടെന്ന് പറഞ്ഞ് ഫോണ് മേടിക്കുമ്പോഴേക്കും അത് ഡ്രെയിനേജിലേക്ക് അങ്ങ് വീഴുവാണ്. അറിഞ്ഞോണ്ട് വീഴിക്കുന്നതാണ്, പക്ഷെ ഗാങ്ങിന് അതറിയത്തില്ലല്ലോ. ലേറ്റ് ആവുന്നുണ്ട്, ഹീറോയിൻ്റെ അടുത്ത് പറയാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ.
അവിടെ അജൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂൻചുൻ ലെനേനെ കാണാൻ വന്നേക്കുവാണ്. അവക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. പൊതുവെ അവളാണ് അവനെ എപ്പോഴും വിളിക്കാറുള്ളത്. ഈ പ്രാവശ്യം അവനാണ് അവളെ വിളിച്ചിട്ടുള്ളത്. ലെന ഓൾറെഡി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുടിച്ചിട്ടുണ്ട്. യൂൻചുന്റെ അടുത്ത് നീയും അജനും തമ്മിൽ ശരിക്കും എന്താ ബന്ധം, സത്യം പറയാന്ന് ചോദിക്കുന്നേന്. ചെറുപ്പത്തില് ഞങ്ങളുടെ പാരന്റ്സ് തമ്മിൽ മാരേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെനിക്ക് സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. അവക്ക് ചിരിയാണ് വരുന്നത്. ഇത് ഞാൻ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? നീ അവളെ നോക്കുന്ന കണ്ടാലേ അറിയാം ഒരു അനീതിനെ നോക്കുന്ന കണക്കല്ല നോക്കുന്നേന്ന്. ഡിനേ ചെയ്യുന്നൊന്നുമില്ല. ഓ, നിനക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നേന് ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ലെന. ആ സീൻ അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഗാങ് ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും സിഗ്നലിൽ നിന്നു പോന്നു. സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനെ കൊണ്ടാണെങ്കിൽ അതിൽ കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങിയിട്ട് അവർ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഹീറോയിനോട് 10 മണിയായി, ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് അവള് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഇവിടെ ഗാങ് ഇറങ്ങിയിട്ട് ഓടിയാണ് വരുന്നത്. കഷ്ടപ്പെട്ട് ഓടി പിടിച്ച് ജീവൻ കളഞ്ഞാണ് വരുന്നത്. ഇവിടെ യൂൻചന്റെ അടുത്ത് ഓൾറെഡി ലെന ബോധം കെട്ട് കിടക്കുവാണ്. യൂൻചൻ ഇരിക്കുന്ന ബാറിന്റെ പുറത്ത് ആജിന്റെ ഒരു കട്ടൗട്ട് ഉണ്ട്. അത് നോക്കിയിട്ട് കുറച്ച് പേര് ആജിനെ കുറിച്ച് കുറച്ച് മോശമായിട്ട് പറയുന്നുണ്ട്. അവളുടെ ബോഡീനെ കുറിച്ച്, പിന്നെ അവളുടെ കൂടെ കടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന യൂജിന് നല്ല ദേഷ്യം വന്ന് അവരുടെ കൂടെ അടി ഉണ്ടാക്കുന്നുണ്ട്. അവരെ കുറച്ച് പേരുണ്ടല്ലോ, ഇവനാണെങ്കിൽ ഒറ്റയ്ക്കും അടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. അത്യാവശ്യം കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് എന്നെ മേടിച്ച് അവിടെ റോഡിൽ തന്നെ കിടക്കുവാണ്. യൂഞ്ചിനെ അടിക്കുന്ന കണ്ട് വരുന്ന ലെനയാണ് അവരെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇവിടെ റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്ന ഗാങ്ങിന് ഭയങ്കര ഷോക്ക്. കാരണം അവൾ അവിടെ തന്നെ ഉണ്ട്. ഇത്രയും നേരം തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോ, നിനക്ക് പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് ആദ്യം എന്താ സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിളിച്ചിട്ട് കിട്ടിയില്ല, റീച്ച് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ പോവാ, അതുകൊണ്ടാ വെയിറ്റ് ചെയ്തത്. എന്തായാലും ഇപ്പൊ കണ്ടില്ലേ, ഓക്കെ ആണെന്ന് പറഞ്ഞ് ചിരിക്കുവാണ്. അത് കാണുന്ന അവന്റെ ഹാർട്ടും കിഡ്നിയൊക്കെ ടച്ച് ആവുന്നുണ്ട്. പോരാത്തേന് നല്ല തണുപ്പല്ലേന്നും പറഞ്ഞ് അവളുടെ സ്കാർഫ് എടുത്ത് അവന് ചുറ്റിയും കൂടെ കൊടുക്കുന്നു. ചെറുക്കൻ അങ്ങനെ മദ്യമറന്നാണ് നോക്കിയിരിക്കുന്നത്. പോയി ചെക്കൻ കൈവിട്ട് പോയി എന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് പിടിച്ചൊരു കിസ്സും കൂടെ കൊടുക്കുവാണ്. അവിടെ ഒരുത്താൻ റോട്ടിലൊരു ബോധമില്ലാതെ കിടക്കുവാണ്. ലെന പാവം കുറെ നേരം കൊണ്ട് തട്ടി തട്ടി വിളിച്ചോണ്ടിരിക്കുകയാണ്. ചെറുക്കൻ കണ്ണു തുറന്നിട്ടും ബോധമില്ലാതെ കണക്കാണ് കിടക്കുന്നത്. ഇവിടെ ഗാങ് കിസ് ചെയ്ത് നിർത്തി. രണ്ടുപേരും ഒന്ന് നോക്കി പരസ്പരം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഹീറോയിനാണ് കിസ് ചെയ്യുന്നത്. അവിടെ പാവ യൂൻചുൻ അടി മേടിച്ച് അങ്ങനെ കിടന്ന് ഹീറോയിനെ ആദ്യം കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ലാസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്യ്, ഞാൻ അവനെ ലവ് ചെയ്യാൻ പോവാണെന്നാണല്ലോ പറഞ്ഞത്. അതടക്കം ആലോചിച്ച് വിഷമിക്കുമ്പം ഇവിടെ ഇവരെ കിസ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു പാർട്ട് കഴിയുന്നത്. ഇത് 6ാമത്തെ എപ്പിസോഡാണ്.